कहाँ से भाई साहब? मैं दिल्ली से ही हूँ। दिल्ली से ही। मास्क पहन के आता हूँ। बिल्कुल। क्या क्या चाहिए, क्या कहना चाहिए? हमारा सिर्फ एक ही मुद्दा है, धर्मेंद्र प्रधान जी इस्तीफा दें, बात खत्म। इसके अलावा फिलहाल हमारा कोई मुद्दा नहीं है। മറ്റൊരാവശ്യവുമില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരാവശ്യവുമില്ല എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന പാർട്ടികൾ പറയുന്നത്. അരുൺകുമാർ, നമുക്ക് മുന്നിൽ നിന്ന് ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. ഈ ഭാഗത്തു കൂടി പോയാൽ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ദൃശ്യം ലഭിക്കും. ഈ രൂപത്തിൽ താൽക്കാലികമായി അരുൺ പറഞ്ഞതുപോലെ ഒരു വേദി സജ്ജീകരിച്ചുകൊണ്ട് സമരം നടത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഏതായാലും അത് വലിയൊരു സമരമായി മാറുന്നു. അത് അനുനിമിഷം ആളുകൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അരുൺകുമാർ. ഓക്കെ, അതിൽ പാലോടുണ്ട്, നോബൽ മാരിക്കാരനുണ്ട്, പിയാ സുനിലുണ്ട്. പിയാ സുനിൽ, ആളിക്കത്തുന്ന ഒരു യുവതയുടെ രോഷമാണോ നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്നത്? വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയവരുണ്ട്, ബനാറസിൽ നിന്നെത്തിയവരുണ്ട്, JNUവിൽ നിന്ന് വന്നവരുണ്ട്, മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവരെല്ലാവരും വന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ധർമ്മേന്ദ്ര പ്രധാനെ വരച്ച ചിത്രങ്ങളുണ്ട്. ഫ്ലെക്സുകൾ വളരെ കുറവാണ്, അതും ശ്രദ്ധേയമാണ്. ഒരു പരിസ്ഥിതി സൗഹൃദമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എത്തിയിരിക്കുന്നവരൊക്കെ ശബ്ദമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് പലരും എത്തിയിട്ടുണ്ട്. സംഘങ്ങളായി വരുന്നതിന് പോലീസ് ചെറിയ തടസ്സം ഏർപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിലവിൽ പോലീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെങ്കിലും സംഘം ചേർന്ന് വന്നാൽ അറസ്റ്റൊക്കെ ചെയ്യുമെന്നൊക്കെ JNUവിലെ പോലീസൊക്കെ പറഞ്ഞതായിട്ട് JNU വിദ്യാർത്ഥി പറയുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഒന്നാകെ അവഗണിച്ച ഒരു സമരമാണ്. പക്ഷേ ജന്തർമന്ദറിലേക്ക് ആളുകൾ കൂടി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പിയാ സുനിൽ. അരുൺ, ഉറപ്പായും ഒരുപാട് കുട്ടികൾ, യുവാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ, ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ ജന്തർമന്ദറിലൊക്കെ തന്നെ അവിടെ നിന്ന് വരുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെ തന്നെ കൂടുതൽ യുവാക്കൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പാർലമെന്റ് സ്ട്രീറ്റ്, ജന്തർ മന്ദർ എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ, നമുക്ക് അവരുടെ കൈകളിൽ കാണാൻ കഴിയും, പ്ലക്കാർഡുകളുണ്ട്. ആ കാർഡുകളിലൊക്കെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള എഴുത്തുകളാണ്. ആ എഴുത്തുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായി ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുകയാണ് ഈ കുട്ടികളൊക്കെ തന്നെ. അവർ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു അരക്ഷിതാവസ്ഥ, വിദ്യാഭ്യാസ മേഖലയിലെ തട്ടിപ്പുകൾ, ചോദ്യപേപ്പർ ചോർച്ച, മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാവുകയാണ്. ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ഒരു പ്രതിഷേധം, ആ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയ ആ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ഏതായാലും അരക്ഷിതാവസ്ഥയെ അഭിസംബോധന ചെയ്യാനോ അവരുടെ പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ ഒരിക്കലും ഗൗരവമായി എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം ഇന്ത്യയിലില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നീങ്ങുന്നത്. ഇവരുടെ നിരാശ, അതൃപ്തി ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അവർ അവഗണിക്കപ്പെടുന്നു. അവരോട് എന്തുമാവാമെന്ന മനോഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളതെന്ന തോന്നലും ഈ യുവാക്കൾക്ക്, ഈ കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ, ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഈ കുട്ടികളൊക്കെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നത്. അവരുടെ കൈകളിലൊക്കെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, ദേശീയ മാധ്യമങ്ങൾക്കെതിരെ, അത് വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ന് ഇത്രയും വലിയൊരു മുന്നേറ്റം ദില്ലിയുടെ ശിരാകേന്ദ്രത്തിൽ, ഭരണ ശിരാകേന്ദ്രത്തിൽ, പാർലമെന്റിന് തൊട്ടടുത്ത് പാർലമെന്റ് സ്ട്രീറ്റിൽ ഈ കുട്ടികളൊക്കെ തന്നെ തടിച്ചുകൂടി ഇതുപോലെ ഒരു വലിയ പ്രതിഷേധം, അവരുടെ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ദേശീയ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലോ ഒരു ഹിന്ദി മാധ്യമങ്ങളിലോ ഇന്നത്തെ ദിനപത്രങ്ങളിലോ പോലും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പോലും ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പ്രാദേശിക ചാനലുകൾ, അതിൽ നമ്മളടക്കമുള്ള ചാനലുകൾ മാത്രമാണ് ഈ വാർത്ത തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ ആശങ്ക, പ്രതിഷേധമൊക്കെ തന്നെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്ലക്കാർഡുകളിലൊക്കെ തന്നെ കാണാൻ കഴിയും. നോക്കൂ, ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രം വെച്ച് അവരുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഈ ഒരു മുന്നേറ്റത്തിന്, ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രതിഷേധ കടലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദില്ലി എന്ന് പറയുന്നത് വലിയ മുന്നേറ്റങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ കണ്ട മണ്ണാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് വിപ്ലവം കണ്ട മണ്ണാണ്. ഈ ജന്തർ മന്ദറിന് തൊട്ടപ്പുറത്താണ് രാംലീല മൈതാനം. ആ
രാംലീല മൈതാനത്ത് വലിയ ചരിത്ര പ്രസിദ്ധമായ വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ജന്തർ മന്ദറിൽ ഇപ്പോൾ കുട്ടികൾ ഇതുപോലെ തടിച്ചുകൂടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾക്കെതിരെ, തട്ടിപ്പുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ്. ഡൽഹി ഇതിനു മുൻപും വലിയ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. അത് 27% OBC സംവരണത്തിനെതിരെയായിരുന്നു. അന്ന് ഇന്ത്യ ഗേറ്റ് പരിസരത്തൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു. അന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. റെയ്സിനാക്കുന്നിലേക്ക് വിദ്യാർത്ഥികൾ പാഞ്ഞെടുത്ത കാഴ്ചയൊക്കെ തന്നെ അന്ന് കണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ആ പ്രതിഷേധത്തിന് മുന്നിൽ പിന്നീട് കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. അതിന് സമാനമായ രീതിയിൽ ഞാൻ ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. ഒരുപാട് പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ജന്തർ മന്ദർ, രാംലീല മൈതാൻ, ഡൽഹി ഇന്നിപ്പോൾ യുവാക്കളുടെ മറ്റൊരു പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും സാക്ഷ്യം വഹിക്കുകയാണ്. തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് പാർട്ടികൾ അങ്ങനെ തെരുവിലിറങ്ങിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അവർക്കിന്നിപ്പോൾ ഒരു മുഖമുണ്ട്, അവർക്കിന്നൊരു ശബ്ദമുണ്ട്, അവർക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അവർക്ക് കേൾപ്പിക്കേണ്ട ചില പാട്ടുകളുണ്ട്, ചില മുദ്രാവാക്യങ്ങളുണ്ട്. എല്ലാം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അഭിജിത് തിരികെ വരും.